എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അവർക്ക് ഹസ്ബൻഡും 3 മക്കളുമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോവും. പിന്നെ ഇടയ്ക്ക് വിളിക്കും ഒരുപാട് നേരം സംസാരിക്കും. അപ്പോൾ ഞാൻ ഇവരുടെ ഇടവകയിലിരിക്കുമ്പോൾ കുറച്ചാൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരും. അപ്പോൾ ഞാൻ പറയും, എടോ എന്തിനാടോ, എനിക്കൊരൊറ്റ ബ്രേക്ക്ഫാസ്റ്റ് മതി. അപ്പോൾ അവർ പറയും, അത് അച്ഛന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല, വീട്ടിൽ ഹസ്ബൻഡും മക്കളൊക്കെ പല പല ടേസ്റ്റ്, അവർക്ക് വേണ്ടി ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കണം. ഞാൻ പറയും, എന്തിനാണ് ഇത്ര സമയം കളയുന്നത്? അപ്പോൾ അവർ പറയും, അത് സമയമൊന്നും പോകില്ല, ഞാൻ പ്ലാൻഡാണ്, എനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഇവരുടെ ഹസ്ബൻഡിനെയും 3 മക്കളെയൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. കുറേ അധികം കുട്ടികളുണ്ട്. കുട്ടികളെ വെറുതെ പഠിപ്പിക്കലല്ല, അവിടെ ചില പ്രശ്നങ്ങളിലൊക്കെ ഇവർ നന്നായിട്ട് ഇടപെടും, ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും അവരുടെ ലൈഫിനെ. പക്ഷേ ഇവർ കമ്പോസ്ഡാണ്. നല്ല തിരക്കുണ്ട് ലൈഫിൽ, പക്ഷേ ഇവർ കമ്പോസ്ഡാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഇവർ ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റുന്നത്? ഒരു ദിവസം അവർ തന്നെ ആ രഹസ്യം പറഞ്ഞു. അവർ പറഞ്ഞു, അച്ഛാ, എല്ലാ ദിവസവും എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ, അതെൻ്റെ പ്രൈവറ്റ് ടൈമാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, ആ 1 മണിക്കൂർ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പം ഞാൻ മുറി അടച്ചിട്ടിരിക്കും, ചിലപ്പോൾ പുസ്തകം വായിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും. അതെൻ്റെ പ്രൈവറ്റ് ടൈമാണ്. ഇത് ഗോസ്പലിൻ്റെ ഭാഷയിൽ അതൊരു വിജന സ്ഥലമാണ്. വേറെ ആരുമില്ല, ഞാൻ മാത്രം, എൻ്റെ പ്രൈവറ്റ് സ്പേസ്. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എല്ലാ അമ്മമാരും നിർബന്ധമായിട്ടും അവരോട് തന്നെ പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഒരു പ്രൈവറ്റ് ടൈം, ഒരു പ്രൈവറ്റ് സ്പേസ്, ഒരു വിജന സ്ഥലം.